തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മുന്നണികൾ. തിരുവനന്തപുരത്ത് LDF ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. ഇക്കുറി തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ പോരാട്ടമാണ്. കൊല്ലം ജില്ലയിൽ LDFും BJPയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. മുൻ മേയർക്ക് ഇക്കുറി LDF അവസരം നൽകില്ല. ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ആദ്യഘട്ട പട്ടിക BJP പുറത്തുവിട്ടു. കോഴിക്കോട്ടെ 22 സ്ഥാനാർത്ഥികളെ രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു. സീറ്റ് വിഭജനത്തിൽ പ്രതിഷേധിച്ച് മണ്ഡലം പ്രസിഡന്റ് DCC ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. തൃശൂരിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതിനിടെ പത്തനംതിട്ട കോയിപ്രം പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജാത പാർട്ടി വിട്ട് BJPയിൽ ചേർന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 93 സ്ഥാനാർത്ഥികളെ LDF പ്രഖ്യാപിച്ചത്. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി VS ജോയ് സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിച്ചു. കഴക്കൂട്ടം പ്രശാന്ത് S, സൈനിക സ്കൂൾ ബിജു SS. 101 സീറ്റുകളിൽ അവശേഷിക്കുന്ന 8 എണ്ണത്തിലേക്കുള്ള പ്രഖ്യാപനം ഘടകകക്ഷികളുമായി ആലോചിച്ച ശേഷം നാളെ പൂർത്തിയാക്കും. CPIM 70 സീറ്റുകളിൽ മത്സരിക്കും. 17 സീറ്റുകളാണ് CPIക്ക് നൽകിയത്. കേരള കോൺഗ്രസ് M 3 സീറ്റ്, JDS 2 സീറ്റ്, RJD 3, INL NCP, കേരള കോൺഗ്രസ് B, ജനാധിപത്യ കേരള കോൺഗ്രസ്, JSS എന്നീ പാർട്ടികൾ ഓരോ സീറ്റിലും മത്സരിക്കും. ആകെ മൊത്തം 31 സീറ്റുകളിലാണ് ഘടകകക്ഷികൾ മത്സരിക്കുന്നത്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന SP ദീപക്, SA സുന്ദർ, RP ശിവജി, K ശ്രീകുമാർ എന്നിവർ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. IP ബിനുവും ഇക്കുറി മത്സര രംഗത്തുണ്ട്. വഞ്ചിയൂർ ബാബു ഉൾപ്പെടെ 3 ഏരിയ സെക്രട്ടറിമാരും മത്സരിക്കും. 30 വയസ്സിന് താഴെയുള്ള 13 പേർ LDF പട്ടികയിലുണ്ട്. ഇതിൽ അലത്തറയിൽ നിന്ന് മത്സരിക്കുന്ന 23 വയസ്സുള്ള മേഘ്നയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. LDF പ്രഖ്യാപനത്തോടെ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. കൊല്ലം ജില്ലയിൽ LDFും BJPയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുൻ മേയർമാരായ പ്രസന്ന ഏണസ്റ്റും ഹണി ബെഞ്ചമിനും മത്സരിക്കില്ല. ഇരുവരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായേക്കും. ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ മുൻനിർത്തിയുള്ള ആദ്യഘട്ട പട്ടികയാണ് BJP പുറത്തുവിട്ടത്. മുൻ കൌൺസിലർമാരിൽ 4 പേരെ വീണ്ടും മത്സരിപ്പിക്കും. 2 പേരെ ഒഴിവാക്കി. കോഴിക്കോട് UDF സീറ്റ് വിഭജനം പൂർത്തിയാക്കി. 49 സീറ്റുകളിലെ 22 സ്ഥാനാർത്ഥികളെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു. 27 സീറ്റുകളിലെ പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നും ചെന്നിത്തല. വാർഡുകളിലെ പ്രവർത്തകരും ജനങ്ങളും ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥികളെയാണ് അതിൻ്റെ അവിടെ നിന്ന് തെരഞ്ഞെടുത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ളത്. അതിന് ഒരു വ്യത്യാസവും വരുത്താതെയാണ്, എന്നാൽ മറ്റ് ഘടകങ്ങൾ കൂടി പരിശോധിച്ചിട്ടാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ 22 പേരെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ബാക്കിയുള്ളത് ഉടൻ പ്രഖ്യാപിക്കും. ഇതിനിടെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ചയും നടത്തി. അതേസമയം കോഴിക്കോട്ടെ സീറ്റ് വിഭജനത്തിൽ ചാലപ്പുറം ഡിവിഷൻ CMPക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M അയൂബിന്റെ നേതൃത്വത്തിൽ DCC ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. തൃശൂരിൽ പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിനിടെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. 8 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. പത്തനംതിട്ട കോയിപ്രം പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് BJPയിൽ ചേർന്നു. P സുജാതയാണ് ഇന്ന് രാവിലെ പാർട്ടി വിട്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞതോടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും അവതരിപ്പിക്കാനാണ് മുന്നണികളുടെ നീക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.